എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപകടം പറ്റിയ അനിയൻകുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വേദയും വിക്രമും. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് എത്തുന്നു. എന്താ എന്താ പ്രശ്നം? ഡോക്ടർ, വേഗം എന്തെങ്കിലും ചെയ്യണം, ചോര ഒരുപാട് പോയിട്ടുണ്ട് എന്ന് ഡോക്ടറിനോട് വിക്രം പറയുന്നു. ആളെ ഒന്ന് നോക്കിയ ശേഷം ഡോക്ടർ, ഇതെന്താ അടിപിടിയാണോ, വെട്ടുകേസാണോ? ഇത് കേട്ട വിക്രം ഉടൻ തന്നെ, ഡോക്ടർ, ഒരുപാട് കൂട്ടം ആൾക്കാർ വന്ന് ആക്രമിക്കാൻ നോക്കിയതാണ്, അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയതായിരുന്നു അനിയൻകുട്ടൻ. ഇത് കേട്ട ഡോക്ടർ, ഇയാളോ പിടിച്ചു മാറ്റാനോ? എന്നിട്ട് വിക്രമിനോടായി, അനിയ, ഇത് കണ്ടാലറിയാം നന്നായിട്ട് ഗുണ്ടാപ്പണിയായിരുന്ന ആരോ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ പോലീസ് കേസ് ആവേണ്ട കാര്യമാണ്, ഇവിടെ പറ്റില്ല, വേഗം ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലേക്ക് വിട്ടോളൂ. ഇത് കേട്ട വിക്രം, ഡോക്ടർ, അതിനൊന്നും സമയമില്ല. അനിയൻകുട്ടനെ ചികിത്സിക്കാൻ തയ്യാറാകാത്ത ഡോക്ടറിന് നേർക്ക് വിക്രം തട്ടിക്കയറുന്നു. പിന്നെന്തിനാണ് 24/7 എന്ന് പറഞ്ഞ് കാഷ്വാലിറ്റി ബോർഡ് പുറത്തു വച്ചിരിക്കുന്നത്? ദേഷ്യം സഹിക്കവയ്യാത്ത വിക്രം, ഈ അനിയൻകുട്ടിനെ പറ്റിയ കണക്ക് ഞാനിപ്പം ഡോക്ടറിനെ ചെയ്താലോ, ഡോക്ടറിനെ ഞാൻ ഇതേപോലെ ആക്കി ഇവിടെ കിടത്തിയാലോ എന്നും പറഞ്ഞ് ഡോക്ടറിന് നേർക്ക് തട്ടിക്കയറുന്നു. ഇത് കേട്ടുകൊണ്ട് വേദ വിക്രമിനെ തടയുന്നു. എന്നിട്ട് വേദ ഡോക്ടറിനോടായി, ഡോക്ടർ, ആദ്യം ചികിത്സ പിന്നെ നിയമം, അതാണ് ശരി. ആസ് എ ഡോക്ടർ നിങ്ങളുടെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് എത്തിയിരിക്കുകയാണ്, അയാളുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കണം, അതാണ് എത്തിക്സ്, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിയമം തെറ്റിക്കുകയാണ്. വേദയും കൂടി ഡോക്ടറിനോടൊന്ന് അപേക്ഷിച്ചപ്പോൾ ഡോക്ടർ അവസാനം അനിയൻകുട്ടനെ ചികിത്സിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അനിയൻകുട്ടനെ അവർ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ആശുപത്രിയിലാകെ തളർന്ന നിലയിലിരിക്കുകയാണ് വിക്രം. വിക്രമിൻ്റെ ചുമലിലേക്ക് പയ്യെ വേദ കൈകൾ വയ്ക്കുന്നു. ഡോക്ടർ അകത്ത് അനിയൻകുട്ടനെ ചികിത്സിക്കാനായി തുടങ്ങി. അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് വന്നെത്തുകയാണ് മറ്റു കൂട്ടുകാർ. അതിലൊരാൾ വിക്രമിനോട് ചോദിക്കുന്നു, എന്താ പറ്റിയേ? അപ്പോൾ വിക്രം അവരോടായി കാര്യങ്ങൾ വിവരിക്കുന്നു. പ്രാഥമിക ചികിത്സകൾ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഡോക്ടർ അവരോടായി, മുറിവിലെല്ലാം ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ തോളലിനൊരു സർജറി ഉടനെ തന്നെ വേണ്ടിവരും, അത് പക്ഷേ സർജൻ വന്നിട്ട് നാളെ തീരുമാനിക്കാം. പിന്നെ കുറച്ച് ബ്ലഡും അറേഞ്ച് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഡീറ്റെയിൽസ് നഴ്സ് പറയും. ഇത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങുന്നു. ഡോക്ടറിനോടായി അവരിരുവരും നന്ദി പ്രകടിപ്പിക്കുന്നു. ബ്ലഡ് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിനായി വിക്രം പോകാൻ നിന്നപ്പോൾ വിക്രത്തിനെ തടഞ്ഞ് മറ്റൊരു കൂട്ടുകാരൻ നഴ്സിൻ്റെ കൂടെ അകത്തേക്ക് പോകുന്നു. ബൈക്കിൻ്റെ ചാവിയെടുത്ത് തൻ്റെ സുഹൃത്തിന് നേരെ നീട്ടിയിട്ട് അയാളോടായി പറയുന്നു, വേദയെ ഒന്നുകൊണ്ട് വീട്ടിലാക്ക്. പോകാൻ മടിച്ചു നിൽക്കുന്ന വേദയോട് വിക്രം, നേരം വെളുക്കാൻ ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ വീട്ടിൽ അന്വേഷിക്കും. മടിയോടെയാണെങ്കിലും വേദ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ് സുധാകരൻ മാഷ്. വേദ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സുധാകരൻ മാഷ് അവിടെ നിൽക്കാൻ പറയുന്നു. ഇത്രയും നേരമായി ഇതെവിടെയായിരുന്നു? അപ്പോൾ വേദ മാഷിനോടായി, ഞാൻ വിക്രത്തിൻ്റെ കൂടെയായിരുന്നു. എന്നിട്ട് വിക്രം എന്തിയെ? മറുപടി പറയാനായി വേദ ചെറുതായിട്ടൊന്ന് മടിക്കുന്നു. എന്നിട്ട് മാഷിനോടായി, അത് വിക്രം, അനിയൻകുട്ടന് നല്ല സുഖമില്ല, അതുകൊണ്ട് തന്നെ അനിയൻകുട്ടനുമായി ആശുപത്രിയിലാണ്. വേദയുടെ മറുപടിയിൽ താൻ തൃപ്തനല്ലെന്നോളം മാഷ് വേദയോടായി ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലെ ഇവിടുന്ന് എപ്പോഴാണ് പോയത്? ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് പോയതെന്നും അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുവെന്നും വേദ മാഷിനോട് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണോ അനിയൻകുട്ടന് സുഖമില്ലാതായത്, അതോ ഫംഗ്ഷൻ നടത്തുന്നിടത്തേക്ക് ഗുണ്ടകൾ കയറി വന്നു? മാഷ് വേദയോട് ചോദിക്കുമ്പോൾ വേദ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. അവരുമായി തല്ലുപിടിച്ച് വിക്രമാണോ തലപൊളിച്ച് ആശുപത്രിയിൽ പോയേക്കുന്നതെന്ന് മാഷ് വേദയോട് ചോദിക്കുമ്പോൾ, അയ്യോ അല്ലച്ച, വിക്രമിന് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പിന്നെ അവന് നിന്നെ കൊണ്ടുവരാറുന്നില്ലേ, എന്തിനാ മറ്റൊരാളുടെ കൂടെ വിട്ടത്? വേദയോടായി മാഷ്, മോടെ, വിക്രമിൻ്റെ മറ്റ് ആൺസുഹൃത്തുക്കളോടൊപ്പം സഞ്ചരിക്കുന്നതിലോ യാത്ര ചെയ്യുന്നതിലോ ഒന്നും ഞാൻ തെറ്റു പറയുന്നില്ല, മാത്രമല്ല അതിലൊരു ശരികേടും ഞാൻ കാണുന്നില്ല. പക്ഷേ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും. ഇനി ഈ വയസ്സുകാലത്ത് അതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. അവൻ്റെ കൂടെ ഇന്നലെ ഇവിടുന്ന് പോയ നീ മറ്റൊരാളുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്നും അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ അവനോടൊപ്പം പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നതെന്നും മാഷ് വേദയോട് പറയുന്നു. അപ്പോഴങ്ങോട്ടേക്ക് എത്തുകയാണ് ശ്രീജേടത്തി. വിഷമിച്ച് നിൽക്കുന്ന വേദയോട് ശ്രീജേടത്തി, എന്താ വേദേ, എന്തു പറ്റി? വേദയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മറുപടി പറയാതെ വിക്രമിൻ്റെ മുറിയിലേക്ക് പോകുന്നു. അവിടെയുള്ള കട്ടിലിരുന്ന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം വളരെ വിഷമത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് അനിയൻകുട്ടൻ്റെ അച്ഛൻ വരുന്നു. വിക്രമിനോടായി, മോനെ വിക്രം, എന്താ അവന് പറ്റിയേ? വിക്രം അച്ഛനെ കൂട്ടി ICUവിൽ ചെന്ന് അനിയൻകുട്ടനെ കാണിക്കുന്നു. അച്ഛൻ അപ്പോൾ വിക്രമിനോടായി, ഇന്നലെ നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് മടങ്ങിയതാണവൻ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അനിയൻകുട്ടൻ്റെ അച്ഛൻ. ഇത് കേട്ട നേഴ്സ്, പേഷ്യൻ്റ് ഉറങ്ങുകയാണ്, ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം വെക്കരുത്. ഇത് കേട്ടയുടൻ തന്നെ വിക്രം അച്ഛനെ അവിടെ നിന്ന് മാറ്റുന്നു. അച്ഛനെ ആശ്വസിപ്പിക്കാനായി വിക്രം, പേടിക്കാനൊന്നുമില്ല, തോളിന് ഒരു പൊട്ടലുണ്ട്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് കേട്ട് വളരെ വിഷമത്തോടുകൂടി അച്ഛൻ വിക്രമിനോടായി,
എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കുന്നവനാണ് എൻ്റെ കുട്ടി. ജോലിയും കഴിഞ്ഞ് ആ വർക്ക്ഷോപ്പിൽ തന്നെ താമസിക്കുന്നത് വാടക കാശും കൂടി ലാഭിക്കാനായിട്ടാണ്. നിനക്കറിയോ, അവൻ വാങ്ങിയ 3 സെന്റ് സ്ഥലത്തിൽ ഒരു വീടും വെച്ച് അടുത്ത വർഷം തന്നെ അങ്ങോട്ടേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവൻ എന്നോട്. ഇത് കേട്ട വിക്രം, എല്ലാം ശരിയാവും, അവന് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ടിട്ടും തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് അനിയൻകുട്ടൻ്റെ അച്ഛൻ. പണ്ടൊരിക്കൽ വയ്യാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ കളഞ്ഞിട്ട് പോയതാണ്. അവൻ തന്നെ പക്ഷേ വയസ്സുകാലത്ത് ആരുമില്ലാത്ത എന്നെ തേടി കണ്ടുപിടിച്ചു. എൻ്റെ മോൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളെല്ലാവരും കൂടി അവന് എന്തിനാണ് ഇങ്ങനൊരു ഗതി വരുത്തി വെച്ചത്? തൻ്റെ മകന് എന്താണ് സംഭവിച്ചതെന്നും ഇതിനെല്ലാം കാരണക്കാരാരാണെന്നും എനിക്കറിയാമെന്ന് അച്ഛൻ വിക്രമിനോട് പറയുന്നു. പോകാനായി എഴുന്നേറ്റിട്ട് അച്ഛൻ വിക്രമിനോടായി, നീ ഓർത്തോ വിക്രം, നിന്റെ ജീവനാണ് എൻ്റെ മോൻ ഈ ദുരന്തത്തോടുകൂടി നിനക്ക് നേടിക്കൊടുത്തത്. ഒരു ശാപം എന്നോണം വിക്രമിനോടായി പറയുന്നു. നിന്റെ ഈ ജീവിതം കാരണം ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും കരയും, അത് ഉറപ്പാണ്. ഇത്രയും പറഞ്ഞ് അനിയൻകുട്ടൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുകയാണ് വിക്രം. ഇത് കഴിഞ്ഞ് വിക്രം വീട്ടിലേക്ക് വരികയാണ്. സ്വന്തം മുറിയിലേക്ക് വന്ന് അവിടെയെല്ലാം എന്തൊക്കെയോ പരതുന്നു. ഇത് കണ്ടുകൊണ്ട് വേദ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നു. എങ്ങനെയുണ്ട് അനിയൻകുട്ടന്? ഇപ്പോൾ എങ്ങനെയുണ്ട് അവന്? പക്ഷേ ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം എന്തോ തിരയുകയാണ്. അതിൻ്റെ ഭാഗമായി അലമാരി തുറക്കുന്നു. അലമാരിയിലും എന്തോ തേടുന്നു. അവസാനം ഒരു ട്രങ്ക് പെട്ടി തുറന്ന് അതിൽ നിന്ന് ഒരു കത്തി പുറത്തേക്ക് എടുക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വേദ. ഇത് കണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ വേദ വിക്രമിനോടായി, ഓഹോ, ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് മതിയായിട്ടില്ല അല്ലേ? ഈ ചോര ചിന്തുന്ന പരിപാടി നിങ്ങൾക്ക് നിർത്തിക്കൂടെ? നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണമാ ഒരു പാവം ആശുപത്രിയിൽ ചോര വാർന്നു കിടക്കുന്നത്. നിങ്ങൾക്ക് അതെങ്കിലും ഒന്ന് ഓർത്തോടെ? നിങ്ങളുടെ കൂട്ടുകാരനായ പാവം ഇടയ്ക്ക് വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിങ്ങൾ ആ സ്ഥാനത്ത് കിടന്നിരുന്നേനെ. ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ എടുത്തുചാട്ടം? ഇത് കേട്ട വിക്രം, എടുത്തുചാട്ടമല്ല, ഒരു തെറ്റും ചെയ്യാത്ത അനിയൻകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കാരിതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഇത് കേട്ട വേദ, അതിനുള്ള മാർഗം നിയമമാണ്, കത്തിയല്ല. ഇത് കേട്ട വിക്രം ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ, ഞങ്ങൾ ഇതിനൊക്കെ പ്രതികാരം തീർക്കുന്നത് തിരിച്ച് ചോര ചിന്തിയിട്ട് തന്നെയാണ് എന്നും പറഞ്ഞ് ആരുടെ ജീവൻ വേണമെങ്കിലും എടുക്കാമെന്നാണോ? കളിയിൽ നിങ്ങളും ഒരു ദിവസം തോൽക്കും, അത് ഓർത്തോ? വേദ വിക്രമിനോടായി. ഇത് കേട്ട വിക്രം, അറിയാം, കൊല്ലാൻ മാത്രമല്ല ചാവാനും അടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. ഓഹോ, അപ്പോൾ നിങ്ങളുടെ അമ്മ, ഈ വീട്ടിലെ ആൾക്കാർ, നിങ്ങളുടെ ഈ ഇത്രയും നാളത്തെ ജീവിതത്തിന് നിങ്ങൾക്ക് ആരോടും കടപ്പാടില്ലേ? എൻ്റെ കൂട്ടത്തിലൊരുത്തൻ വീണ് കിടക്കുമ്പോൾ ബന്ധങ്ങളുടെ കണക്ക് പറഞ്ഞ് അകത്തൊളിച്ചിരിക്കാൻ മാത്രം ഞാൻ ഭീരുവല്ല എന്ന് വേദയോടായി വിക്രം പറയുന്നു. അങ്ങനെ പോകാനിറങ്ങുന്ന വിക്രമിനെ വേദ തടയുന്നു. ഞാൻ പറയുവാണ്, നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. തടഞ്ഞു നിൽക്കുന്ന വേദയെ തള്ളി മാറ്റിയിട്ടിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നു. പോകാനിറങ്ങുന്നതിന് മുമ്പായി വേദയെ നോക്കി വിക്രം, നീ പറഞ്ഞത് ശരിയാണ്. ഈ ഒരു കളിയിൽ പക്ഷേ ഞാൻ ചത്ത് മണ്ണടിഞ്ഞെന്ന് വരും. അത് ചിലപ്പോൾ ഇന്ന് തന്നെ ആയെന്നുമിരിക്കും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അന്നേ സ്വന്തം ജീവിതം പോയി നന്നായി ജീവിക്കാൻ പറഞ്ഞത്. ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ വേദ ഫോണെടുത്ത് ആരെയോ വിളിക്കുകയാണ്. അനിയൻകുട്ടന് സംഭവിച്ച കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വിക്രം ശ്രീകാര്യൻ ശ്രീനിവാസന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരോടുമായി അദ്ദേഹം അന്നേ അവസാനിപ്പിക്കേണ്ട കേസായിരുന്നു, വെറുതെ വിട്ടുകളഞ്ഞതാണ് കുഴപ്പമായത്. അപ്പോൾ അതിലൊരാൾ, പക്ഷേ നമ്മൾ അറിഞ്ഞില്ലല്ലോ MLA വാസവന്റെ കൂടെ അവൻ പോയി ചേരുമെന്ന്. ഇപ്രാവശ്യം അനിയൻകുട്ടനെ ആക്രമിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഈ MLAയുടെ മകനും ഉണ്ടായിരുന്നെന്നാണ് അതിലൊരാൾ പറയുന്നത്. പണ്ടിൽ കേസിൽ പോയേക്കുകയായിരുന്നു എന്നും തന്റെ മകനെ പൈസ കൊടുത്തിറക്കിയപ്പോൾ അവൻ ജയിലിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങിയെന്നും എല്ലാവരോടും പറയുന്നു. ജാവും മയക്കുമരുന്നും എല്ലാം ഉണ്ട് സാറേ എന്ന് ശ്രീകാര്യൻ ശ്രീനിവാസനോട് പറയുമ്പോൾ ഇത് കേട്ട വിക്രം, മറ്റുള്ളവരെ പറ്റി നമ്മൾ എന്തിനാണ് പറയുന്നത്? അനിയൻകുട്ടനെ ഈ സ്ഥിതിയിലാക്കിയവരെ എന്ത് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട ശ്രീനി സാറ്, അനിയൻകുട്ടൻ ഇപ്പോഴെങ്ങനെയുണ്ട്? തോളിലിൻ്റെ സർജറി കഴിഞ്ഞു, തോളിൽ ഒരു സ്റ്റീലും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട ശ്രീനി സാറ് വിഷമത്തോടെ, സ്വന്തം പരിമിതികൾ മറന്ന് ജീവിക്കുന്നവനായിരുന്നു അവൻ. ഇത് കേട്ട് വിക്രം, അവന് ജീവിക്കാനുള്ള വകയൊക്കെ നമുക്ക് കണ്ടെത്താം. പക്ഷേ അവനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇനി ആ അഭിലാഷ് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട. അതിനേതായാലും ഞങ്ങൾ സമ്മതിക്കില്ല. ശ്രീനി സാർ വിക്രമിനോടായി, ആദ്യം നീ അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, ബാക്കി എന്ത് വേണമെന്ന് ഞാൻ പറയാം. അദ്ദേഹം വിക്രമിനോടായി, നിന്റെ ഉള്ളിലെ ദേഷ്യവും പകയും എല്ലാം എനിക്കറിയാം. അത് ആളുകൾ അറിഞ്ഞു തന്നെ തിരിച്ചു ചെയ്യണമെന്നില്ലല്ലോ. നീ എന്തായാലും പോയി ആദ്യം ആളെ കണ്ടെത്ത് എന്നും പറഞ്ഞ് വിക്രമിനെ മടക്കി വിടുന്നു. ഇപ്പോൾ വിക്രമും സുഹൃത്തും കൂടി അഭിലാഷിനെ കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. അവർ പലയിടങ്ങളിലായി തിരയുന്നു, പക്ഷേ എങ്ങും തന്നെ കാണുന്നില്ല. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനിയൻകുട്ടൻ കണ്ണു തുറക്കുന്നു. ഇതോടുകൂടി 169ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.